തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ ആരംഭിക്കും. പോളിംഗ് ബൂത്തുകളുടെ ക്രമനമ്പർ അനുസരിച്ചായിരിക്കും വിതരണം. പോളിംഗ് സാമഗ്രികൾ സ്വീകരിച്ച ശേഷം ഉദ്യോഗസ്ഥരെ പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. 239 പ്രിസൈഡിംഗ് ഓഫീസർമാരും 717 പോളിംഗ് ഉദ്യോഗസ്ഥരെയുമാണ് തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിട്ടുള്ളത്. ഉപതെരഞ്ഞെടുപ്പിന് പഴുതടച്ച സുരക്ഷയാണ് പോലീസ് തൃക്കാക്കര മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുള്ളത്. 1000-ഓളം പോലീസുകാരെയാണ് വിന്യസിക്കുന്നത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഓരോ കമ്പനി സായുധ പോലീസും BSF, CRPF, CISFും സർവ്വസജ്ജമായി മണ്ഡലത്തിലുണ്ട്. മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് ബൂത്തിലും വോട്ടെടുപ്പിന് തലേന്നും വോട്ടെടുപ്പ് ദിവസവും സുരക്ഷയ്ക്ക് പോലീസ് ഉണ്ടാകും. 5 ബൂത്തുകളിൽ കൂടുതലുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഏർപ്പെടുത്തും. SIയും 5 പോലീസുകാരും ഉൾപ്പെട്ടതാണ് പോലീസ് പിക്കറ്റ്. ഇത്തരത്തിൽ 14 പിക്കറ്റ് പോസ്റ്റുകളാണ് തൃക്കാക്കര മണ്ഡലത്തിലുണ്ടാകുക. പ്രായമായവരെയും ഭിന്നശേഷിക്കാരെയും സഹായിക്കുന്നതിനായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെയും നിയോഗിക്കും. 10 ബൂത്തുകൾക്ക് വീതം ഓരോ ഗ്രൂപ്പ് പെട്രോളിംഗ് സംഘവും ഉണ്ടാകും. SIയും 2 സിവിൽ പോലീസുകാരും ഉൾപ്പെട്ട ഗ്രൂപ്പ് പെട്രോളിംഗ് സംഘം അരമണിക്കൂർ ഇടവിട്ട് ബൂത്തുകൾ സന്ദർശിക്കും. ഇത്തരത്തിൽ 16 ഗ്രൂപ്പുകൾ ഉണ്ടാകും. കൂടാതെ ക്രമസമാധാന പാലനത്തിന് മണ്ഡലത്തിലെ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും 2 വീതം ലോ ആൻഡ് ഓർഡർ പെട്രോളിംഗ് സംഘവും ഉണ്ടാകും. മണ്ഡലത്തിലെ 7 പോലീസ് സ്റ്റേഷൻ പരിധിയിലും SHOമാരുടെ നേതൃത്വത്തിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെയും നിയോഗിച്ചിട്ടുണ്ട്. DYSPമാരുടെ നേതൃത്വത്തിൽ 10 പേരുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സ്, ക്രമസമാധാന ചുമതലയുള്ള ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ കീഴിൽ SIയും 20 പോലീസുകാരും ഉൾപ്പെട്ട സ്ട്രൈക്കിംഗ് ഫോഴ്സ്, സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ SIയും 30 പോലീസുകാരും ഉൾപ്പെട്ട സ്ട്രൈക്കിംഗ് ഫോഴ്സ് എന്നിവയും ഉണ്ടാകും. KAP ബറ്റാലിയനിലെ 30 പേർ വീതമുള്ള 3 അഡീഷണൽ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കും. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ മാത്രമാകും കേന്ദ്രസേനയെ രംഗത്തിറക്കുക. നിലവിൽ ഇവർ റൂട്ട് മാർച്ച്, വാഹന പരിശോധനകൾ നടത്തുന്നുണ്ട്. മണ്ഡലത്തിലെ 12 അതിരുകളിൽ 24 മണിക്കൂർ ബോർഡർ സീലിംഗ് പരിശോധനകളും നടത്തുന്നുണ്ട്. ക്രമസമാധാന മുൻകരുതലിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം 23 പേരെ കരുതൽ തടങ്കിൽ പാർപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം മഴക്കെടുതിയുണ്ടായാൽ നേരിടുന്നതിനായി ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കും. കൂടാതെ 24 മണിക്കൂർ കൺട്രോൾ റൂമും പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കും. ന്യൂസ് 18 കൊച്ചി. കുട്ടിയെ കൊണ്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം യഹിയ തങ്ങളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെയാണ് പെരുമ്പിലാവിലെ വസതിയിൽ നിന്ന് യഹിയയെ കസ്റ്റഡിയിലെടുത്ത്. കേസിൽ പിടിയിലാവുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ സംസ്ഥാന നേതാവാണ് ഇയാൾ. വിദ്വേഷ മുദ്രാവാക്യം നടന്ന പ്രകടനത്തിന്റെ സംഘാടകൻ എന്ന നിലയിലാണ് നടപടി. വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ പിതാവടക്കം 5 പേരെ ഇന്നലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരുന്നു. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് കൊലപാതകങ്ങളുടെ അന്വേഷണം NIAക്ക് വിടണമെന്ന് RSS ദേശീയ നേതാവ് J. നന്ദകുമാർ. SDPI പോപ്പുലർ ഫ്രണ്ട് ആക്രമണങ്ങൾക്കെതിരെ പാലക്കാട് നടന്ന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിലെ കുട്ടിയുടെ പ്രകോപന മുദ്രാവാക്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിക്കുന്നതായും നന്ദകുമാർ ആരോപിച്ചു. രാഷ്ട്രരക്ഷാ സമിതിയുടെ നേതൃത്വത്തിലാണ് പാലക്കാട് റാലി നടന്നത്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കാനാണ് പോപ്പുലർ ഫ്രണ്ടും SDPIയും ശ്രമിക്കുന്നതെന്ന് റാലിയിൽ സംസാരിച്ച RSS BJP നേതാക്കൾ ആരോപിച്ചു. RSS നേതാക്കളുടെ കൊലപാതകങ്ങളിൽ നീതി ലഭിക്കണമെങ്കിൽ കേസ് NIA അന്വേഷിക്കണമെന്ന് റാലി ഉദ്ഘാടനം ചെയ്ത RSS ദേശീയ നേതാവ് J. നന്ദകുമാർ പറഞ്ഞു. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കടന്നെത്താൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്കാണ് ഈ ഭീകര പ്രസ്ഥാനത്തിന്റെ കൈയും നഖവും ദംഷ്ട്രയും ഉള്ളത് എന്നതുകൊണ്ട് ഇത് അന്വേഷിക്കുവാൻ കേന്ദ്ര ഏജൻസി ടെററിസം ഇൻവോൾവ് ആയതുകൊണ്ട് NIA പോലെയുള്ള ഒരു കേന്ദ്ര ഏജൻസി തന്നെ ഈ അന്വേഷണം ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുന്നു. ആലപ്പുഴയിലെ കുട്ടിയുടെ പ്രകോപന മുദ്രാവാക്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിക്കുകയാണെന്നും നന്ദകുമാർ ആരോപിച്ചു. മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രമല്ല, സത്യത്തിൽ ഒരു ജനവിഭാഗത്തിന്റെ മുഴുവനായിരിക്കണം. പക്ഷെ എന്താ പറഞ്ഞത്? ഇത് സംഘപരിവാറുകാർ നടത്തുന്ന അക്രമങ്ങൾക്കെതിരായി നടന്ന ഒരു മുദ്രാവാക്യമാണ് എന്ന മട്ടിലാണ് അങ്ങനെ പ്രസംഗിക്കുന്നത്. പാലക്കാട് മേലാമുറിയിൽ നിന്നും കോട്ടമൈതാനത്തേക്ക് നടന്ന റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, C. കൃഷ്ണകുമാർ, സംഘപരിവാർ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. പോപ്പുലർ ഫ്രണ്ട് റാലിയിലെ വിദ്വേഷ മുദ്രാവാക്യം വിളിയും തുടർ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്ത ന്യൂസ് 18 കേരളം സീനിയർ കറസ്പോണ്ടന്റ് ശരണ്യ സ്നേഹജന് നേരെ സൈബർ ആക്രമണം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും വാട്സപ്പിലൂടെയുമാണ് ഭീഷണികളും അധിക്ഷേപവും ഉണ്ടാകുന്നത്. ഈ മാസം 21-നായിരുന്നു
ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലി. ഈ റാലിയിലായിരുന്നു ബാലൻ മതസ്പർദ്ധ വളർത്തുന്ന മുദ്രാവാക്യം വിളിച്ചത്. ഈ വാർത്ത ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് സൈബർ ഗുണ്ടകൾ ശരണ്യ സ്നേഹജനു നേരെ തിരിയുകയായിരുന്നു. മറ്റു മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തെങ്കിലും ശരണ്യയെ മാത്രം ലക്ഷ്യമിട്ട് അധിക്ഷേപിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ സന്ദേശങ്ങളും പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു. റാലിയിൽ ഈ കുട്ടി മുദ്രാവാക്യം വിളിച്ചത് ആദ്യമല്ലെന്നും കുട്ടി എറണാകുളം പള്ളുരുത്തി സ്വദേശിയാണെന്നും ആദ്യം റിപ്പോർട്ട് ചെയ്തതും ശരണ്യായിരുന്നു. കുട്ടിയുടെ പിതാവിന്റെ പശ്ചാത്തലവും ശരണ്യ റിപ്പോർട്ട് ചെയ്തു. പോലീസ് രേഖകളായിരുന്നു ഈ റിപ്പോർട്ടുകളുടെ വിവരങ്ങളുടെ ആധാരം. ഇതോടെ സൈബർ ആക്രമണം ശരണ്യയുടെ കുടുംബാംഗങ്ങളെയും ലക്ഷ്യമിട്ടായി. പറയാം, ഒരു ഘട്ടത്തിൽ എന്റെ അച്ഛനും അമ്മയും അടക്കമുള്ള സഹോദരങ്ങളെ അടക്കം അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടുകൂടി എനിക്കതിനകത്ത് പ്രതികരിക്കേണ്ടതായി വന്നു. കാരണം സത്യസന്ധമായ നിലപാടുകൾ എടുത്ത മാധ്യമപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ഒരു ഘട്ടം വരെ നമുക്ക് മനുഷ്യരെന്ന രീതിയിൽ അത് കണ്ടില്ല എന്ന് നടിച്ചു പോകാം. പക്ഷെ അത് ഒരു ഘട്ടത്തിനപ്പുറത്തേക്കായാൽ അത് സ്വാഭാവികമായും നമ്മളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നാൽ മറുപടി പറയേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ എനിക്കതിന് അതിശക്തമായി മറുപടി പറയേണ്ടി വന്നു. കാരണം നമ്മളൊരു തൊഴിലിനെ നോക്കി കാണുന്നത് അതിന്റെ വലിപ്പ ചെറുപ്പത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, മറിച്ച് എന്താണ് ചെയ്യുന്ന ജോലി എന്നുള്ളത്, എന്ത് ജോലിയാണെങ്കിലും ആ ജോലിക്ക് അന്തസ്സുണ്ട് എന്ന് കണക്കാക്കുന്ന ആളുകളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എന്റെ കുടുംബ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് അടക്കം എനിക്ക് വിവരിക്കേണ്ടി വന്നു. സൈബർ ആക്രമണം സകല അതിരുകളും വിട്ടതോടെ ശരണ്യ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. സമൂഹത്തിന് വിപത്താകുന്ന കാര്യങ്ങളെ പുറത്തു കൊണ്ടുവന്നതിനാണ് ന്യൂസ് 18 കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ അധിക്ഷേപവും ഭീഷണിയും ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിദ്വേഷ പ്രസംഗ കേസിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം റദ്ദാക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് PC ജോർജ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. ജാമ്യം റദ്ദാക്കിയ മജിസ്ട്രേറ്റിന്റെ തീരുമാനം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിലായിരുന്നു പോലീസ് കേസെടുത്തത്. ഇതിൽ അനുവദിച്ച ജാമ്യമാണ് വ്യവസ്ഥകൾ ലംഘിച്ചതിന്റെ പേരിൽ പിന്നീട് റദ്ദാക്കിയത്. കേസിൽ PC ജോർജിന് ഹൈക്കോടതി ജാമ്യം നൽകിയെങ്കിലും ജാമ്യലംഘനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നത് മാറ്റുകയായിരുന്നു. തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയെങ്കിലും ഇത് അവഗണിച്ച് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ PC ജോർജ് പങ്കെടുത്തത് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കും. നടിയെ ആക്രമിച്ച കേസിൽ അധിക കുറ്റപത്രം അന്വേഷണ സംഘം ഇന്ന് വിചാരണ കോടതിയിൽ സമർപ്പിക്കില്ല. കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാകും കോടതിയിൽ നൽകുക. തുടരന്വേഷണത്തിന് കൂടുതൽ സമയം തേടി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ നാളെ പരിഗണിച്ചേക്കും. തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് അധിക കുറ്റപത്രം 31 മുൻപ് സമർപ്പിക്കാനായിരുന്നു ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന് നൽകിയ നിർദ്ദേശം. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ അന്വേഷണ സംഘം നടത്തുകയും ചെയ്തു. എന്നാൽ അതിജീവിത പരാതിയുമായി എത്തിയ പുതിയ സാഹചര്യത്തിൽ അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ അധിക കുറ്റപത്രം ഇന്ന് സമർപ്പിക്കില്ല. പകരം തുടരന്വേഷണ പുരോഗതി റിപ്പോർട്ടാകും സമർപ്പിക്കുക. അന്വേഷണത്തിന് കൂടുതൽ സമയം തേടി ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുള്ള കാര്യവും അന്വേഷണ സംഘം വിചാരണ കോടതിയെ അറിയിക്കും. ഹൈക്കോടതി തീരുമാനം വന്ന ശേഷം അധിക കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതിയെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച നിയമോപദേശം. തുടരന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിച്ചേക്കും. ന്യൂസ് 18 കൊച്ചി. ആദിവാസി കോളനികളിലെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കാർ സർക്കുലർ വിവാദമാകുന്നു. വ്യക്തികളും സംഘടനകളും ആദിവാസി കോളനികളിൽ സന്ദർശനവും വിവരശേഖരണവും നടത്തുന്നതിന് മുൻകൂർ അനുമതി നേടണമെന്നാണ് സർക്കുലർ. ഇതിനെതിരെ ആദിവാസി സംഘടനകൾ രംഗത്തെത്തി. ആദിവാസികളുടെ ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ സർക്കുലർ എന്നാണ് ആദിവാസി സംഘടനകളുടെ ആക്ഷേപം. ആദിവാസി കോളനികളിൽ ആരൊക്കെ പ്രവേശിക്കണം, പ്രവേശിക്കരുത് എന്ന് തീരുമാനിക്കേണ്ടത് ഊരുമൂപ്പന്മാരാണെന്നും സർക്കാർ ഏജൻസികളിൽ നിന്നും സംഘടനകൾ പറയുന്നു. കോളനിയിലെ വികസന പദ്ധതികളുടെ പോരായ്മകൾ പുറത്തറിയാതിരിക്കാനും പിടിപ്പുകേട് ചർച്ചയാകാതിരിക്കാനുമാണ് നീക്കമെന്നും ആരോപണമുണ്ട്. 10-20 വീടുകൾ തീപ്പെട്ടിക്കമ്പ് അടക്കി വെച്ച പോലുള്ള ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളിൽ ഒട്ടനവധി ശോഷണങ്ങളും പീഡനങ്ങളും കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു പരിധി വരെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരെല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കുലർ അംഗീകരിക്കാനാവില്ലെന്ന് CK ജാനുവും വ്യക്തമാക്കി.
സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകും. ഈ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരോടും ഒപ്പം പോകാനും അവരോടൊപ്പം അവരുടെ കാര്യങ്ങൾ നടത്താനും പറയാനും കാര്യങ്ങൾ ഇടപെടാനുള്ള അവകാശം അവർക്കുണ്ട്. ഇതൊന്നും ഇല്ലാതെ അവരെ മാത്രം മാറ്റി നിർത്തുന്ന സർക്കുലർ പിൻവലിക്കാൻ പട്ടികവർഗ വികസന വകുപ്പ് തയ്യാറായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് ആദിവാസി സംഘടനകളുടെ തീരുമാനം. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. ചിങ്ങവനം ഏറ്റുമാനൂർ വരെയുള്ള റെയിൽവേ ഇരട്ടപ്പാത കമ്മീഷൻ ചെയ്തു. ഇന്നലെ രാത്രി പാലരുവി എക്സ്പ്രസ് ആണ് പുതിയ പാതയിലൂടെ ആദ്യം യാത്ര നടത്തിയത്. ഇതോടെ സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇരട്ടപ്പാതയായി. കേരളത്തിന്റെ റെയിൽവേ ചരിത്രത്തിൽ പുതിയ നാഴികക്കല്ലായാണ് പാലരുവി എക്സ്പ്രസ് കടന്നുപോയത്. രാത്രി 9:30ഓടെയാണ് പുതിയ പാത വഴി ട്രെയിൻ ഓടിത്തുടങ്ങിയത്. 21 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരട്ടപ്പാത നിർമ്മാണം ഈ മേഖലയിൽ പൂർത്തിയാകുന്നത്. സുരക്ഷാ പരിശോധനയ്ക്ക് പിന്നാലെ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചത്. നിലവിൽ 50 കിലോമീറ്റർ വേഗതയാണ് പുതിയ പാതയിൽ അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ, റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം അത്രയും അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുന്ന സാഹചര്യമാണ്. 17 കിലോമീറ്ററിൽ 5 പ്രധാന പാലങ്ങളും 8 മേൽപ്പാലങ്ങളും 2 നടപ്പാലങ്ങളും നിർമ്മിച്ചു. കേരളത്തിൽ ഇരട്ടപ്പാത യാഥാർത്ഥ്യമായതോടെ ട്രെയിൻ സമയം പുനഃക്രമീകരിക്കുന്ന കാര്യത്തിൽ റെയിൽവേ വൈകാതെ തീരുമാനമെടുക്കും. ന്യൂസ് 18 കോട്ടയം. രാത്രി റോഡ് പൊളിച്ച് വാട്ടർ അതോറിറ്റി നടത്തിയ അറ്റകുറ്റപ്പണിയിൽ പണി കിട്ടിയത് നാട്ടുകാർക്ക്. റോഡിലെ കിടങ്ങിൽ വീണ് അപകടം പറ്റിയത് 10ലേറെ ബൈക്ക് യാത്രികർക്കാണ്. മലപ്പുറം വണ്ടൂർ കാളികാവിലാണ് സംഭവം. വണ്ടൂർ കാളികാവ് റോഡിൽ കറുത്തേനി മുതൽ കാളികാവ് ടൗൺ വരെ 6 സ്ഥലങ്ങളിലാണ് രാത്രി റോഡ് കുറുകെ പൊളിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനായിരുന്നു നടപടി. റോഡ് കീറിയ ഭാഗത്ത് മണ്ണ് മാത്രമിട്ടാണ് പൈപ്പ് മൂടിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ മണ്ണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഒലിച്ചു പോവുകയും ചെയ്തു. റോഡിൽ പുതിയ കീറൽ മൂലമുണ്ടായ കിടങ്ങ് അറിയാതെ എത്തുന്ന വാഹനങ്ങളാണ് കെണിയിൽ വീഴുന്നത്. പ്രധാനമായും ഓട്ടോറിക്ഷകളും സ്കൂട്ടറും ബൈക്ക് യാത്രക്കാരുമാണ് അപകടത്തിൽപ്പെടുന്നത്. ഈ റോഡ് എല്ലായിടത്തു കൂടിയും കുണ്ടും കുഴിയാങ്ങാണ്ട് റോഡ് കിടങ്ങി കീറി കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഉപദ്രവം ഞങ്ങൾക്ക് തന്നെയാണ്. എല്ലാ ഓട്ടോറിക്ഷക്കാരും പെട്ടെന്ന് മുന്നിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ മറ്റേ വണ്ടി കുത്തുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. പൊളിച്ചിട്ട ഒരു സ്ഥലത്തും റോഡ് കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. റോഡുകൾ ഇങ്ങനെ കളച്ച് പൊളിച്ചിട്ട് കണ്ടുപോലെ റീധാരങ്ങി ചെയ്യാതെ പോവുകയാണ്. അപ്പോൾ ഇതിനൊരു തീരുമാനം എല്ലാ നാട്ടുകാരും കൂടി പ്രതിഷേധിച്ചുകൊണ്ട് ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് പറയാനുള്ളത്. മേഖലയിലെ പ്രധാന റോഡ് പൊളിക്കുകയും പിന്നീട് നന്നാക്കാതിരിക്കുകയും ചെയ്ത നടപടിക്കെതിരെ നാട്ടിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്തെ 75 സ്കൂളുകൾ കൂടി ഇനി മികവിന്റെ കേന്ദ്രങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രി നിർവഹിക്കും. കിഫ്ബിയിൽ നിന്നും 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 9 സ്കൂൾ കെട്ടിടങ്ങളും 3 കോടി ചെലവഴിച്ച 16 സ്കൂൾ കെട്ടിടങ്ങളും 1 കോടി ചെലവഴിച്ച 15 സ്കൂൾ കെട്ടിടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 35 കെട്ടിടങ്ങൾ പ്ലാൻ ഫണ്ടും MLA ഫണ്ടും SSK ഫണ്ടും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. വിദ്യാലയങ്ങൾ ഒരുങ്ങി. സ്കൂൾ തുറക്കുമ്പോൾ കുരുന്നുകളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കോട്ടയം മീനടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കുരുന്നുകളെ കാത്തിരിക്കുകയാണ്. സ്കൂളിലെത്തുന്ന കുരുന്നുകൾക്കായി ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളാണ് ഇവിടുത്തെ ചേട്ടന്മാർ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഹേമന്തും ഷാരോണും, മീനടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. സ്കൂൾ തുറക്കുമ്പോൾ എത്തുന്ന പുതിയ കുരുന്നുകൾക്ക് വേണ്ടി ഇവരൊരു ലോകം തന്നെ തീർക്കുകയാണ്. ഞങ്ങൾ അനിയന്മാർക്കുള്ള സമ്മാനമായിട്ടാണ് ഞങ്ങൾ ഇത് കണ്ടേക്കുന്നത്. പെയിൻ്റൊക്കെ അവർ തന്നെ മേടിച്ചു തന്നു. ഞങ്ങൾക്ക് ഒരു ചിലവില്ലാതെ അവർ തന്നെ എല്ലാ സപ്പോർട്ടും അവർ ഞങ്ങളുടെ എപ്പോഴും ഉണ്ട്. അതിനുള്ള സന്തോഷമുണ്ട്. തത്തയും കുരുവിയും മയിലും കാർട്ടൂൺ കഥാപാത്രങ്ങളുമൊക്കെ ചുവരുകളിൽ നിറഞ്ഞു കഴിഞ്ഞു. അധ്യാപകരും വലിയ പിന്തുണയാണ് ഇവർക്ക് നൽകുന്നത്. പ്രൈമറി ക്ലാസ് മുറികൾ 4 എണ്ണാണുള്ളത്. ആ 4 ക്ലാസ് മുറികളെ ആകർഷകമാക്കുക എന്നുള്ള ഒരു ദൗത്യം അവർ സധൈര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള അവർക്ക് വേണ്ട സാമ്പത്തിക സപ്പോർട്ട് ഞങ്ങളുടെ സ്റ്റാഫാണ്.
അവർക്ക് നൽകുന്നത്. കഥ പറയുന്ന കാടുകൾ എന്ന തീമിലാണ് ചിത്രങ്ങൾ വരച്ചത്. ഏതായാലും സർക്കാർ സ്കൂളിൽ പഠിക്കാനെത്തുന്ന കുരുന്നുകൾക്ക് ഇതൊരു പുതിയ അനുഭവമാകും. ന്യൂസ് 18 കോട്ടയം. അംഗനവാടി പ്രവേശനോത്സവത്തിന് മുൻപ് തന്നെ സ്മാർട്ട് അംഗനവാടി ക്ലാസ്സിലെത്തി കുരുന്നുകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച മെഗാ പ്രദർശനമേളയിലാണ് കുട്ടികൾക്കായി സ്മാർട്ട് അംഗനവാടി ഒരുക്കിയിട്ടുള്ളത്. വനിതാ ശിശു വികസന വകുപ്പ് ഒരുക്കിയ സ്മാർട്ട് അംഗനവാടി കാണികൾക്കും കൗതുകമായി. കുട്ടികളുടെ സമഗ്രമായ ശാരീരിക മാനസിക വികാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഗാ പ്രദർശനമേളയിൽ സ്മാർട്ട് അംഗൻവാടി ഒരുക്കിയത്. സ്മാർട്ട് അംഗൻവാടിയിലെ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് സ്റ്റാൾ. പഠനാവശ്യങ്ങൾക്കുള്ള കസേരയും മേശയും ബ്ലാക്ക് ബോർഡുമാണ് മേളയിലേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നത്. അംഗനവാടി കുട്ടികൾക്കുള്ള അങ്കണപ്പൂമഴ, മറ്റ് ചിത്രരചനാ പുസ്തകങ്ങളും സ്റ്റാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ കുട്ടികളുടെ ഉല്ലാസത്തിനായി കവിതകളും കഥകളും പാടിയും പറഞ്ഞും ഒപ്പം കൂടി അങ്കണവാടി ടീച്ചർമാരും. ക്രിയേറ്റീവ് ആയിട്ടുള്ളതും അന്വേഷണാത്മകമായിട്ടുള്ളതും അതുപോലെ തന്നെ കുട്ടികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വികാസത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു സ്മാർട്ട് അംഗൻവാടിയിൽ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇവിടെ പ്രവേശനം. വിവിധ അങ്കണവാടി യൂണിറ്റുകളിലായി ടീച്ചർമാരും കുട്ടികളും തയ്യാറാക്കിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും പ്രത്യേക വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് പ്രദർശനം. കുട്ടികൾക്ക് നൽകേണ്ട പോഷകസമ്പന്നമായ ഭക്ഷണങ്ങളുടെ പ്രദർശനവും ഇവിടെയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഹജ്ജ് കർമ്മത്തിന്റെ ചെലവിനായി മാറ്റിവെച്ച ഭൂമി ലൈഫിന്. സംസ്ഥാന സർക്കാരിന്റെ മനസ്സോടെ ഇത്തിരി മണ്ണ് എന്ന പദ്ധതിയിലേക്കാണ് പത്തനംതിട്ട വല്ലന സ്വദേശി ഹനീഫയും കുടുംബവും 28 സെന്റ് ഭൂമി സൗജന്യമായി വിട്ടു നൽകിയത്. ഹനീഫിന് സ്വന്തമായുള്ള 56 സെന്റ് സ്ഥലമാണ് സർക്കാരിന്റെ ലൈഫ് പദ്ധതിക്കായി സൗജന്യമായി വിട്ടു നൽകിയത്. ഹജ്ജിന് പോകണമെന്ന വലിയ ആഗ്രഹം മാറ്റിവെച്ചാണ് ഹനീഫ പുണ്യകർമ്മത്തിലൂടെ മാതൃകയായത്. അയൽവാസികളായ സലീമും സുരേഷും അടുത്ത കാലത്ത് 2 പേരുടെ സംസ്കാര ചടങ്ങുകൾക്കും വീട് വയ്ക്കാനുമായി സ്ഥലം വിട്ടു നൽകിയതാണ് ഹനീഫിന് പ്രചോദനമായത്. തുടർന്നാണ് ഹജ്ജ് കർമ്മത്തിന് പോകുന്നതിന്റെ ചെലവിനായി വിൽക്കാൻ തീരുമാനിച്ച സ്ഥലം കിടപ്പാടമില്ലാത്തവർക്ക് വീതിച്ചു നൽകാനുള്ള തീരുമാനത്തിലെത്തിച്ചത്. ഈ തീരുമാനമാണ് 9 കുടുംബങ്ങൾക്ക് കിടപ്പാടമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. മന്ത്രി വീണ ജോർജ് ഹനീഫയുടെ വീട്ടിലെത്തിയാണ് സമ്മതപത്രം കൈപ്പറ്റിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹജ്ജിന് പോകാൻ വേണ്ടി വച്ചിരുന്ന അത് ഈ സ്ഥലം വിറ്റ് തുക കണ്ടെത്തി പോകണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഈ സ്ഥലം ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി കുടുംബം വിട്ട് നൽകിയിരിക്കുകയാണ്. ഏറ്റവും മാതൃകാപരമാണ്. വീടിന് സമീപത്തായി സ്റ്റേഷനറി കട നടത്തിയാണ് ഹനീഫ ഉപജീവനം നടത്തുന്നത്. 2 മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ പിന്തുണയും നന്മ നിറഞ്ഞ പ്രവൃത്തിക്ക് പിന്നിലുണ്ട്. ജനപ്രതിനിധികളടക്കം നിരവധി പേരാണ് ഈ കുടുംബത്തെ പരിചയപ്പെടാനും നന്ദി അറിയിക്കാനും ഇപ്പോൾ എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കോട്ടയത്തെ ഇരട്ടപ്പാത കമ്മീഷൻ ചെയ്തതോടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ബസ് സർവീസ് കൂടി അവസാനിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് ദിവസവും ബസ് പിടിച്ചെത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ട്രെയിനിലേക്ക് യാത്ര മാറ്റുന്നത്. കഴിഞ്ഞ 20 മാസമായി മെമു സർവീസ് ഇല്ലാതെ വന്നതോടെ സ്വകാര്യ ടൂറിസ്റ്റ് ബസ് ബുക്ക് ചെയ്താണ് ഈ കൂട്ടായ്മ യാത്ര നടത്തിയത്. ഇരുപത് മാസമായി തുടരുന്ന ഒരു യാത്രയാണ് അവസാനിച്ചത്. ഇന്നു മുതൽ പഴയ ട്രെയിൻ സർവീസിലേക്ക് ഇവർ മടങ്ങിപ്പോയി കഴിഞ്ഞു. കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് ദിവസവും വന്നുപോയിരുന്ന 30ഓളം സർക്കാർ ജീവനക്കാരാണ് ഇരട്ടപ്പാത യാഥാർത്ഥ്യമായതോടെ യാത്ര ട്രെയിനിലേക്ക് മാറ്റുന്നത്. ഒരു കുടുംബത്തെ പോലെയായിരുന്നു ഞങ്ങൾ ഇതുവരെയും കഴിഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ ഈ യാത്ര മരിയ പിരിച്ചുവിടുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും ഭയങ്കര സങ്കടമുണ്ട്. എന്നാൽ തന്നെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ എന്നും തുടർന്ന് പോകും. കോവിഡ് വന്നതോടെയാണ് മെമു സർവീസ് നിർത്തിവെച്ചത്. ഇതോടെയാണ് ദിവസവും ടൂറിസ്റ്റ് ബസ് പിടിച്ച് യാത്ര ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് ഇവരെത്തിയത്. എല്ലാവരും തുക പങ്കിട്ടാണ് ബസ്സിനായി കൈമാറുന്നത്. എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് ഇതെങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടെ മാത്രം. കാരണം മെമു സ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം ട്രെയിൻ ഭാഗ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴും മെമു സ്റ്റാർട്ട് ചെയ്യാത്ത കാരണം മാത്രമാണ് നമ്മൾ ഇത്ര നീണ്ടുപോയത്. MG സർവകലാശാല ജീവനക്കാർ, കോട്ടയത്തെ വിവിധ സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർ തുടങ്ങിയവർ ഒത്തുചേർന്നാണ് മരിയ ബസ്സിലെ യാത്ര. യാത്ര അവസാനിക്കുന്നത് ആഘോഷമാക്കിയാണ് ഇവർ പിരിഞ്ഞത്. 1.5 വർഷത്തെ സൗഹൃദ യാത്ര കൂടിയാണ് ഇനി പുതിയ തലത്തിലേക്ക് മാറുന്നത്. ന്യൂസ് 18 കോട്ടയം. നടൻ മോഹൻലാൽ നൽകാനായി തിരുവനന്തപുരത്ത് 8 കലാകാരന്മാർ ചേർന്ന് നിർമ്മിച്ച വിശ്വരൂപം കാണാം. ഇനി 3 വർഷത്തിലധികം സമയമെടുത്താണ് 12 അടി ഉയരത്തിലുള്ള വിശ്വരൂപം നിർമ്മിച്ചത്. പ്രതിമ ഉടൻ മോഹൻലാലിന് കൈമാറും. ഈ റിപ്പോർട്ടോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
നാഗപ്പന്റെ നേതൃത്വത്തിൽ 8 കലാകാരന്മാർ, 3.5 വർഷത്തെ പ്രയത്നം. ഒടുവിൽ ഈ കാണുന്ന 12 അടി ഉയരമുള്ള വിശ്വരൂപം പൂർത്തിയായി. ശില്പത്തിന്റെ ഒരു വശത്ത് 11 മുഖമുള്ള വിശ്വരൂപവും മറുവശത്ത് പാഞ്ചജന്യം മുഴക്കുന്ന കൃഷ്ണനും ചുറ്റിലും ദശാവതാരവുമാണ് കൊത്തിയിരിക്കുന്നത്. ശില്പപീഠത്തിൽ 400ഓളം കഥാപാത്രങ്ങളുണ്ട്. ഇത് ഏതാനും ദിവസങ്ങൾക്കകം നടൻ മോഹൻലാലിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് കൈമാറും. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കുമ്പിൾ തടിയിലാണ്. അപ്പോൾ കുമ്പിൾ തടി എന്ന് പറഞ്ഞാൽ ചന്ദനം പോലെ തന്നെയാണ് അതിൻ്റെ ഒരു മെത്തേഡ്. കാരണം നമുക്ക് ചന്ദനം എങ്ങനെ ചെയ്യാൻ കഴിയുമോ അതേ രീതിയിൽ നമുക്ക് ഈ കുമ്പിൾ തടിയിൽ ചെയ്യാം. മറ്റുള്ള തടികളിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിയില്ല. അതാണ് ഈ തടിയിലൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ വിശ്വരൂപം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീതാപദേശം പറഞ്ഞു കൊടുക്കുമ്പം ആ സമയത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് ഈ വിശ്വരൂപ ദർശനം. അതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് വിശ്വരൂപം എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ ഏതാണ്ട് 400-ൽ പരം കഥാപാത്രം ഇതിലുണ്ട്. മഹാഭാരതത്തിൻ്റെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം ഞങ്ങൾ ഇതിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഗീതോപദേശവും ചൂതാട്ടവും പിന്നിലായി ശരശയ്യയിലെ ഭീഷ്മരും പാഞ്ചാലി വസ്ത്രാക്ഷേപവുമെല്ലാം ശില്പത്തിൽ കാണാം. കാളിയമർദ്ദനവും ശില്പത്തിന്റെ രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ വിശ്വരൂപ ശില്പം കോവളം ക്രാഫ്റ്റ് വില്ലേജിലാണുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം.